ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എവർനെറ്റ് എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ സീസണിലെ 32ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർ തീർച്ചയായും അതൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് നിങ്കെ ആ ഫോർമേഷൻ ബുക്ക് മാനിയാക്കിനെ കാണിക്കുന്നതാണ്. നിങ്കെ റിപ്പയർ ആക്കേണ്ട ഭാഗങ്ങളും എവിടെയൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ബുക്ക് മാനിയാക്ക് ആകട്ടെ അതെല്ലാം കേട്ട് കണ്ണടച്ച് ധ്യാനിച്ചിട്ട് പറയുകയാണ്, ഈ ഫോർമേഷൻ വളരെ പവർഫുൾ ആണ്. നിങ്കെ പറയുകയാണ്, അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കൂടുതലായിട്ടുള്ള എഫേർട്ട് ഇതിനു വേണ്ടി കൊടുക്കേണ്ടി വരുന്നത്. പ്രകൃതിയുടെ ശക്തി തന്നെ ഇത് റിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കേണ്ടി വരും. ബുക്ക് മാനിയാക്ക് പറയുകയാണ്, ഈ ഫോർമേഷൻ വളരെ പവർഫുൾ ആണ്, അതുകൊണ്ട് ഫൂസിക്ക് മാത്രമേ പ്രകൃതിയുടെ ശക്തി ഉപയോഗിച്ച് ഇത് റിപ്പയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്കെ പറയുകയാണ്, നീ പറഞ്ഞത് എല്ലാം തന്നെ ശരിയാണ്, നിനക്ക് ഇതെല്ലാം തന്നെ പെട്ടെന്ന് ഗ്രഹിക്കാൻ സാധിക്കുന്നുണ്ട്, അതുകൊണ്ട് തീർച്ചയായും നിനക്കെന്നെ സഹായിക്കാൻ സാധിക്കും. നിശ്ചിത സമയത്തിനുള്ളിൽ നിനക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ബുക്ക് മാനിയാക്ക് പറയുകയാണ്, ഞാനതിന് ഉറപ്പൊന്നും പറയുന്നില്ല, പക്ഷേ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാം. അതുപോലെ തന്നെ നിന്നെ കണ്ടിട്ട് ഒരുപാടായി ഉറങ്ങിയതുപോലെ തോന്നുന്നു. നീ എപ്പോഴാണ് അവസാനമായിട്ട് ഉറങ്ങിയത്? നിങ്കെ പറയുകയാണ്, എപ്പോഴാണെന്ന് പോലും എനിക്കറിയില്ല. ആകുലത മൂലം എനിക്ക് ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്ന് ബുക്ക് മാനിയാക്ക് അപ്പോൾ പറയുന്നു. നിങ്കെ അതിനുശേഷം ഫസ്റ്റ് ബ്രദർ തയ്യാറാക്കിയ ആ മാപ്പ് റെഫറൻസിന് വേണ്ടി കൊടുക്കുന്നു. അതിനുശേഷം അല്പം റെസ്റ്റ് എടുത്ത് ഉറങ്ങുന്നതിന് വേണ്ടി നിങ്കെ അവിടെ ഉണ്ടായിരുന്ന കോണിപ്പടികളുടെ അടുത്തേക്ക് പോകുന്നു. ബുക്ക് മാനിയാക്ക് ആകട്ടെ അപ്പോൾ ഇങ്ങനെ പറയുകയാണ്, ഇവന് ഒരു മാറ്റവും ഇല്ലല്ലോ. അതിനുശേഷം ആ മാപ്പ് നോക്കിയിട്ട് ഫോർമേഷൻ്റെ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ബുക്ക് മാനിയാക്ക് അതിനുശേഷം കുറച്ചു നേരം ആ ഫോർമേഷൻ നിരീക്ഷിച്ച് നിങ്കയെ നോക്കിക്കഴിയുമ്പോൾ നിങ്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അവളപ്പോൾ ആത്മകഥം ചെയ്യുകയാണ്, ഉത്കണ്ഠയിലാണെന്ന് പറഞ്ഞിട്ട് നീ പെട്ടെന്ന് ഉറങ്ങിപ്പോയല്ലോ. അപ്പോഴേക്കും ഫോർമേഷനിൽ നിന്ന് വീണ്ടും ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അതിൻ്റെ വിള്ളലുകൾ വർദ്ധിച്ചു വരുന്നതായി കാണിക്കുന്നതായിരിക്കാം. പിന്നെ ഗ്രീൻ ഫോർജിലെ ആ യുദ്ധക്കളം കാണിക്കുന്നു. ഇപ്പോഴും ടെമ്പിൾ മാസ്റ്ററിൻ്റെ വാള് ഹീഷാൻ പ്ലേറ്റ് കൊണ്ട് സഹോദരന്മാർ തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്ലേറ്റ് പിടിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ മറ്റുള്ള എല്ലാ സഹോദരന്മാരും സപ്പോർട്ട് ചെയ്യുന്നു. വാളുകൊണ്ട് സെക്കൻഡ് ബ്രദറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്കയും ബുക്ക് മാനിയാക്കും ആകട്ടെ ഇതേ സമയം ആ ഫോർമേഷൻ കീ ഉപയോഗിച്ച് എല്ലാ സ്ഥലങ്ങളിലും ഓടി നടക്കുകയാണ്. അതിനുള്ള പരിഹാരമാർഗവും തേടിക്കൊണ്ട് തന്നെ ആ കീയും മാപ്പും ഉപയോഗിച്ച് സിറ്റിയുടെ പല ഭാഗങ്ങളിലായി അവർ ഓടി നടക്കുന്നു. പരസ്പരം എന്തൊക്കെയോ ആലോചിക്കുന്നു, ഡിസ്കസ് ചെയ്യുന്നു. പക്ഷേ എന്തൊക്കെയാണ് അവർ പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ല. വീണ്ടും ടെമ്പിൾ മാസ്റ്ററിൻ്റെ വാളുകൾ തടഞ്ഞുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ കാണിക്കുന്നു. അതിനുശേഷം വീണ്ടും നിങ്കയെയും ബുക്ക് മാനിയാക്കിനെയും കാണിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് ഗ്രീൻ ഫോർജിൽ അവശതയാൽ തളർന്നു വീഴുന്ന സെവൻ സിസ്റ്ററിനെയും സഹോദരന്മാരെയും കാണിക്കുന്നു. എന്നിട്ടും അവർ ഒരു വിധത്തിൽ പിടിച്ചു നിൽക്കുന്നതായും കാണിക്കുന്നു. അവരിപ്പോൾ വളരെ അവശതയിലാണ്. ഏതു നിമിഷവും ടെമ്പിൾ മാസ്റ്ററിൻ്റെ വാളുകൾ അവരുടെ മേൽ പതിക്കാം. അത്രയ്ക്കും ടയേർഡായിട്ടുള്ള അവസ്ഥയിലാണ് അവരെന്ന് കണ്ടാലേ അറിയാം. സെക്കൻഡ് ബ്രദർ മാത്രമാണ് അല്പമെങ്കിലും ഊർജ്ജമുള്ളത്. ഇതേ സമയം തന്നെ ഒരു പരിഹാരമാർഗവുമായിട്ട് ബുക്ക് മാനിയാക്ക് മുന്നോട്ട് വരികയാണ്. ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷൻ്റെ എൻ്റെ ഒരു ഗേറ്റ് ആണെന്ന് മനസ്സിലാക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷന്. ആ ഗേറ്റ് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷനെയും ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ബുക്ക് മാനിയാക്ക് കരുതുന്നു. നിങ്കയോട് അത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ക് ചോദിക്കുകയാണ്, ഇത് വർക്കാകുമോ? ബുക്ക് മാനിയാക്ക് പറയുകയാണ്, ട്രൈ ചെയ്യാം, പക്ഷേ ഉറപ്പ് പറയാൻ സാധിക്കില്ല. അങ്ങനെ ട്രൈ ചെയ്യുന്നതിനെക്കുറിച്ച് നീ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്കെ പറയുകയാണ്, ശരിയാണ്, ട്രൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ, റിസ്കി ആണെങ്കിലും ട്രൈ ചെയ്യാം. അതിനുശേഷം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോർമേഷൻ തന്നെ ബുക്ക് മാനിയാക്ക് ആ ഗേറ്റ് ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി പ്രയോഗിക്കുന്നു. എന്നാൽ ലോകപ്രശസ്തമായ ഗ്രേറ്റ് ബ്ലോക്കിംഗ് ഫോർമേഷൻ പോലും ആ ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷൻ്റെ മുമ്പിൽ ഒന്നുമല്ലായിരുന്നു. അതുകൊണ്ട് ആ ടെക്നിക്ക് വർക്കാകില്ല എന്ന് അവർക്ക് രണ്ടുപേർക്കും ബോധ്യമാകുന്നു. അങ്ങനെ ആ അറ്റംപ്റ്റിലും അവർ ഫെയിലാവുകയാണ്. എങ്കിലും ശുഭാപ്തി വിശ്വാസം ഒട്ടും കൈവെടിയാതെ നിങ്കയും ബുക്ക് മാനിയാക്കും കൂടി മറ്റൊരു സ്ഥലത്ത് വന്നുകൊണ്ട് ആ ഫോർമേഷൻ ബുക്ക് മാനിയാക്ക് സർവ്വശക്തിയും എടുത്ത് ഒന്നുകൂടി പ്രയോഗിച്ചു നോക്കുന്നു. പക്ഷേ റിസൾട്ടിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. മാത്രമല്ല ബുക്ക് മാനിയാക്ക് ഒരുപാട് അവശതയിലുമാകുന്നു. നിങ്കയ്ക്ക് അത് കണ്ട് ഒരുപാട് വിഷമമാകുന്നുണ്ട്. കരുതലോടെ അവളുടെ അടുത്തേക്ക് വന്ന് ചെയ്യുന്ന സഹായങ്ങൾക്ക് ഒരുപാട് നന്ദി പറയുന്നു. ബുക്ക് മാനിയാക്ക് അപ്പോൾ പറയുകയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിന്നെ സഹായിക്കാൻ വേണ്ടി തന്നെയാണല്ലോ ഇങ്ങോട്ട് ഞാൻ വന്നത്. ഇവിടുത്തെ ജനങ്ങൾ കഷ്ടപ്പെടുന്നത് കാണാൻ എന്നെ കൊണ്ടാവില്ല. യഥാർത്ഥത്തിൽ നിങ്കെ കഷ്ടപ്പെടുന്നത് കാണാനാണ് അവൾക്ക് വയ്യാത്തത്. അതവൾ പറയാനും വന്നതാണ്, എന്നാൽ അത് പറയാതെ അവിടുത്തെ ജനങ്ങൾ എന്നാക്കുന്നു. അതിനുശേഷം അവൾ തുടർന്ന് പറയുകയാണ്, എങ്കിലും ടെമ്പിൾ മാസ്റ്റർ ഇങ്ങോട്ട് വരികയാണെങ്കിൽ വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ എനിക്ക് അവനെ പിടിച്ചു നിർത്താനാവുകയുള്ളൂ. നിങ്കെ അപ്പോൾ ചോദിക്കുകയാണ്, ടെമ്പിൾ മാസ്റ്റർ എങ്ങനെയിരിക്കും? ബുക്ക് മാനിയാക്ക് പറയുകയാണ്, അവനെക്കുറിച്ച് ആർക്കും അധികമായിട്ട് അറിയില്ല. ചെന്മോ എന്ന സാധാരണ പേരാണ് അവനുള്ളത്.
പക്ഷേ അവൻ നിസ്സാരക്കാരനല്ല, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. മനുഷ്യരുടെ ഈ ലോകത്തിൽ ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷന് മാത്രമേ അവനെ ഇപ്പോൾ കീഴടക്കാനാവുകയുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അത് റിപ്പയർ ആക്കുമെന്ന് നിൻകെ പറയുന്നു. അതിനുശേഷം നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബുക്ക് മാനിയാക്കിനെയും കൂട്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. നല്ല നിരാശയുണ്ടായിരുന്ന നിൻകെ അവിടെ ഉണ്ടായിരുന്ന ഒരു പുഴയിൽ നമ്മൾ പണ്ട് ചെയ്യാറുള്ളത് പോലെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കല്ല് അങ്ങനെ വെള്ളത്തിൻ്റെ മുകളിലൂടെ തെന്നി പോകുന്നത് കാണാൻ നല്ല കൗതുകമാണ്. നിൻകെ നല്ല നിരാശയിലാണെന്ന് കാണുമ്പോൾ ബുക്ക് മാനിയാക്ക് അവനോട് പറയുകയാണ്, ചില കാര്യങ്ങൾ നമ്മൾ മറക്കണം. നിൻകെ അപ്പോൾ പറയുകയാണ്, ശരിയാണ്, ഫൂസിയും അത് തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. കൾട്ടിവേഷനിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കണം. അതിനുശേഷം വീണ്ടും നിരാശയോടെ അവൻ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബുക്ക് മാനിയാക്ക് അപ്പോൾ ആത്മകഥം ചെയ്യുകയാണ്. എന്ത് വേദനയാണ് നിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നിന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്? നീ ശരിക്കും തകർന്ന അവസ്ഥയിലാണല്ലോ. അതിനുശേഷം ഒറ്റയ്ക്ക് പല സ്ഥലങ്ങളിലൂടെയും കടന്നു പോവുകയാണ് നിൻകെ അപ്പോൾ ആലോചിക്കുന്നുണ്ട്. ഈ സിറ്റി വളരെ വലുതാണ്, ഈ ഫോർമേഷനാകട്ടെ വളരെ പവർഫുള്ളും. ഫൂസിക്കല്ലാതെ പ്രകൃതിയിൽ നിന്ന് ശക്തിയെടുത്ത് ഈ ഫോർമേഷനെ റിപ്പയർ ചെയ്യാൻ വേറെ ആർക്കും സാധിക്കില്ല. അതിനുശേഷം അവിടെ കുറേ കുട്ടികൾ മഞ്ഞു മനുഷ്യനെ ഉണ്ടാക്കി കളിക്കുന്നതായി കാണുമ്പോൾ അങ്ങോട്ട് വന്നിട്ട് അല്പം സന്തോഷത്തോടെ നിൻകെ ആലോചിക്കുകയാണ്. പക്ഷേ മനുഷ്യരുടെ ലോകം ഇവിടമാണ്, ശക്തിയുള്ളത് ഇവിടെയാണ്. ശേഷം വെർമിലിയൻ ബേർഡ് ഉള്ള സിറ്റിയിലേക്ക് വന്ന് അതിനെ തന്നെ നോക്കി നിൽക്കുന്നു. അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്ക് കയറി തൻ്റെ മാസ്റ്ററിനോട്, അതായത് യാൻസിയോട് എന്ന പോലെ പറയുകയാണ്, എന്നെ ഒന്ന് ഇൻസ്പയർ ചെയ്യൂ, ഈ ഫോർമേഷൻ്റെ വിള്ളലുകൾ പരിഹരിക്കാനുള്ള മാർഗം പറഞ്ഞു തരൂ. അപ്പോൾ യാൻസി ആ ഫോർമേഷൻ കീയുടെ ഉത്തരവാദിത്തം അവനെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് ഓർക്കുകയാണ്. അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു. അന്ന് യാൻസി പറഞ്ഞിരുന്നു, ഈ സിറ്റി തന്നെ ഒരു വലിയ ഫോർമേഷനാണ്, അതിൻ്റെ പേരാണ് ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷൻ, അതിൻ്റെ സംരക്ഷകൻ നീയാണ്. അതിനുശേഷം യാൻസിയോടും ഫൂസിയോടും എന്ന പോലെ നിൻകെ പറയുകയാണ്, ഞാൻ തന്നെയാണ് യഥാർത്ഥ വ്യക്തിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കറക്റ്റായിട്ടുള്ള ആളെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അതിനുശേഷം സാങ്സാങ്ങിനോട് എന്ന പോലെ പറയുകയാണ്, സാങ്സാങ്, ഞാൻ ഈ സിറ്റിയെ സംരക്ഷിക്കും, നിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കും. അതിനുശേഷം പൂർവാധികം ശക്തിയോടെ കുറേ നോട്ടുകളിൽ എന്തൊക്കെയോ ചൈനീസ് ക്യാരക്ടർ എഴുതിക്കൊണ്ടിരിക്കുന്ന നിൻകയെ കാണിക്കുന്നു. എന്നാൽ എഴുതുന്നത് ഒന്നും തന്നെ ശരിയാകുന്നില്ല എന്ന് തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. കാരണം എഴുതിയതെല്ലാം തന്നെ അവൻ വലിച്ചെറിഞ്ഞ് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ആവേശത്തോടെ ആ ഫോർമേഷൻ കീയും എടുത്തു നോക്കുന്നതായി കാണാം. ഹെവൻലി ഗോഡിൻ്റെ ഒരു ഭാഗമായിരുന്നത് കൊണ്ടും നിൻകെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് താനായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ മനസ്സിലാക്കിയത് കൊണ്ടും ആയിരിക്കണം സാങ്സാങ് ഇതേ സമയം കരഞ്ഞു പോവുകയാണ്. ഒരുപാട് വിഷമത്തോടെയുള്ള കരച്ചിലാണ് അതെന്ന് കണ്ടാലേ അറിയാം. പിന്നെ കാണിക്കുന്നത് ഗ്രീൻ ഫോർജിലേക്ക് യേഹോങ്ങിയുടെ സഹോദരനും വരുന്നതാണ്. സെക്കൻഡ് ബ്രദറും മറ്റുള്ള സഹോദരന്മാരും ആകട്ടെ ടെമ്പിൾ മാസ്റ്ററിൻ്റെ വാള് തടയുന്നതോടൊപ്പം തന്നെ ഉറങ്ങിയും പോകുന്നുണ്ട്. എന്നിട്ടും അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ടെമ്പിൾ മാസ്റ്ററിൻ്റെ വാള് എന്തുകൊണ്ടാണ് അവരുടെ മേൽ പതിക്കാഞ്ഞത് എന്ന് മാത്രം മനസ്സിലായില്ല. ഉറങ്ങിക്കൊണ്ട് പോലും അവരതിനെ തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും അവരെല്ലാവരും പൂർണ്ണ നിദ്രയിലല്ല എന്നാണ് തോന്നുന്നത്. കാരണം യേഹോങ്ങിയുടെ സഹോദരൻ വരുമ്പോൾ തന്നെ സെക്കൻഡ് ബ്രദറിന് അത് മനസ്സിലാവുന്നുണ്ട്. സെക്കൻഡ് ബ്രദർ ഉടനെ തന്നെ എഴുന്നേറ്റ് മുന്നോട്ട് വരുന്നു. അത് മനസ്സിലാക്കിയായിരിക്കണം മറ്റുള്ള സഹോദരന്മാരും എഴുന്നേൽക്കുന്നു. യേഹോങ്ങിയുടെ സഹോദരൻ വരുന്നത് ലൂബായിയും മനസ്സിലാക്കുന്നുണ്ട്. ലൂബായി ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. തന്നെ കണ്ടിട്ട് എന്തുകൊണ്ടാണ് നീ ഇതുവരെയും സർപ്രൈസ് ആവാത്തതെന്ന് യേഹോങ്ങിയുടെ സഹോദരൻ സെക്കൻഡ് ബ്രദറിനോട് ചോദിക്കുന്നു. എന്നാൽ അതിൽ സർപ്രൈസ് ഒന്നുമില്ല. ഇന്നലെ ടെമ്പിൾ മാസ്റ്റർ ഇവിടെ വന്നിരുന്നു. ഈവിളായിട്ടുള്ള ആളുകൾ എല്ലാവരും ഒറ്റക്കെട്ടാണ്. അതുകൊണ്ട് നീയും അവരുടെ കൂട്ടത്തിൽ ചേർന്നാൽ അതിശയിക്കാൻ ഒന്നുമില്ല. അത് ഞാൻ കെയറും ചെയ്യുന്നില്ല എന്ന് സെക്കൻഡ് ബ്രദർ പറയുന്നു. യേഹോങ്ങിയുടെ സഹോദരൻ അപ്പോൾ പറയുകയാണ്, നീ താങ് സ്റ്റേറ്റിന് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോൾ നിനക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സെക്കൻഡ് ബ്രദർ അപ്പോൾ പറയുകയാണ്, നിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ ഞാനും ആഗ്രഹിക്കുന്നു. ഫസ്റ്റ് ബ്രദർ നേരത്തെ തന്നെ അനുവദിച്ചിരുന്നെങ്കിൽ നേരത്തെ തന്നെ നിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ ഞാൻ വരുമായിരുന്നു. സെക്കൻഡ് ബ്രദർ അവൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ അത്രമാത്രം പവർഫുൾ ആയിരിക്കുമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും യേഹോങ്ങിനേലും പവർഫുൾ ആയിരിക്കും. എന്തൊക്കെ വന്നാലും നിന്റെ ടൈം ഒട്ടും ശരിയല്ല, അല്ലെങ്കിൽ ഇന്ന് തന്നെ നീ ഫൈറ്റ് ചെയ്യാൻ വരില്ലായിരുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ സെക്കൻഡ് ബ്രദർ പറയുകയാണ്, കഴിഞ്ഞ ദിവസം ഞാൻ ഒരുപാട് പട്ടാളക്കാരെ കൊന്നു. ഫൈറ്റ് ചെയ്ത് ഞാൻ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ യേഹോങ്ങിയുടെ സഹോദരൻ പറയുകയാണ്, എന്തൊക്കെ വന്നാലും നിന്നെ തടയാൻ ലൂബ ഇവിടെ ഉണ്ടാകുമല്ലോ. എനിക്കെന്തായാലും കൂടുതൽ സമയം കാത്തിരിക്കാനാകില്ല.
ഇനിയും ഞാൻ കാത്തിരിക്കുകയാണെങ്കിൽ അതെനിക്ക് ബാഡ് റിസൾട്ട് ആയിരിക്കും തരിക. അപ്പോൾ ടെമ്പിൾ മാസ്റ്ററിൻ്റെ വാള് തടയാൻ സഹോദരന്മാർ കഷ്ടപ്പെടുന്നതായി കാണുമ്പോൾ യേഹോങ്ങിയുടെ സഹോദരൻ പറയുകയാണ്, എന്തൊക്കെ വന്നാലും നീ ഇപ്പോൾ വളരെ മോശമായിട്ടുള്ളൊരു കണ്ടീഷനിലാണ്. മറ്റുള്ള സഹോദരന്മാർ അത് തടയുന്ന സമയത്ത് വീഴാൻ പോലും പോയതാണ്. അതുകൊണ്ടാണ് യേഹോങ്ങിയുടെ സഹോദരൻ അങ്ങനെ പറഞ്ഞത്. എന്നാൽ സെക്കൻഡ് ബ്രദർ പറയുകയാണ്, ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ട് പോലുമില്ല, അതുകൊണ്ട് എനിക്ക് റെസ്റ്റ് വേണ്ടതാണ്. പക്ഷേ ഞാൻ റെസ്റ്റ് എടുക്കുന്നില്ല, കാരണം നീ ലൂബായി അല്ലല്ലോ. ലൂബായ് അത് കേട്ട് ഒന്ന് സുഖിക്കുന്നുണ്ട്. സെക്കൻഡ് ബ്രദർ തുടർന്ന് പറയുകയാണ്, ഒരു ദിവസം നീ ലൂബായുടെ പോലെ ആയിരിക്കാം, പക്ഷേ ഇപ്പോൾ നീ ലൂബായുടെ അടുത്ത് പോലും എത്തില്ല. എന്നാൽ ചിരിച്ചുകൊണ്ട് യേഹോങ്ങിയുടെ സഹോദരൻ പറയുകയാണ്, നിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാനുള്ള ഈ അവസരം ഞാൻ പാഴാക്കില്ല. കാരണം മനുഷ്യർക്ക് ചാൻസ് ഒരു പ്രാവശ്യം മാത്രമേ കിട്ടുകയുള്ളൂ, എപ്പോഴും ചാൻസ് കിട്ടിയെന്ന് വരില്ല. ഇതേ സമയം തന്നെ ടെമ്പിൾ മാസ്റ്റർ താങ് സ്റ്റേറ്റിൽ പ്രവേശിക്കുന്നതായി കാണിക്കുന്നു. വളരെ വേഗത്തിൽ അദൃശ്യനായി മാഞ്ഞ് അവിടെ എത്തുന്നത് പോലെയാണ് കാണിക്കുന്നത്. അപ്പോഴേക്കും ഫൂസിയുടെ സ്റ്റിക്ക് ടെമ്പിൾ മാസ്റ്ററിനെ ആക്രമിക്കുന്നതായി കാണിക്കുന്നു. എന്നാൽ ആ സ്റ്റിക്ക് ഉപയോഗിച്ച് അറ്റാക്ക് നടത്തുന്നതാകട്ടെ ഫസ്റ്റ് ബ്രദറാണ്. എന്നാൽ ആ സ്റ്റിക്കിന് ടെമ്പിൾ മാസ്റ്ററിനെ ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. ഫസ്റ്റ് ബ്രദർ അപ്പോൾ പറയുകയാണ്, ഇത് ഫെയർ ആയിട്ടുള്ള ഫൈറ്റ് അല്ല. ടെമ്പിൾ മാസ്റ്റർ എന്നാൽ പറയുകയാണ്, തീർച്ചയായും ഇത് ഫെയർ ആയിട്ടുള്ള ഒരു ഫൈറ്റ് തന്നെയാണ്. ഞാൻ ഇവിടെ വെച്ചാണ് ഫൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷൻ തകർന്നിരിക്കുകയാണല്ലോ. എന്നെ ആർക്കും തടയാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ടെമ്പിൾ മാസ്റ്റർ മുന്നോട്ട് നടക്കുന്നു. എന്നാൽ പാഞ്ഞ അവൻ്റെ മുന്നിൽ വന്നിട്ട് ഫസ്റ്റ് ബ്രദർ പറയുകയാണ്, തെറ്റിപ്പോയി. എന്നാൽ ടെമ്പിൾ മാസ്റ്റർ പറയുകയാണ്, ഇത്രയും നേരം എല്ലാം കാത്തിരുന്ന് ഞാൻ ക്ഷമിച്ചത് എന്താണെന്ന് അറിയാമോ? താങ് സ്റ്റേറ്റിനെ എന്നെ തടുക്കാൻ സാധിക്കില്ല എന്ന ഉറപ്പുള്ളത് കൊണ്ട് തന്നെ. എന്നാൽ ഫസ്റ്റ് ബ്രദർ പറയുകയാണ്, ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷൻ ഫിക്സ് ചെയ്യുന്നതുവരെയും ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ടെമ്പിൾ മാസ്റ്റർ പറയുകയാണ്, അത് വീക്കാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ബ്രദർ അപ്പോൾ പറയുകയാണ്, ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷൻ്റെ സപ്പോർട്ടില്ലാതെ ഈ സിറ്റി വളരെ വീക്കാണ്. അതിനുശേഷം പാഞ്ച് എന്ന് ടെമ്പിൾ മാസ്റ്ററിനെ അവൻ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ടെമ്പിൾ മാസ്റ്ററിനെ ഒന്ന് തൊടാൻ പോലും ഫസ്റ്റ് ബ്രദറിന് സാധിക്കുന്നില്ല. അവൻ തെറിച്ചു പോവുകയാണ്. ഫൂസിയുടെ സ്റ്റിക്ക് കരങ്ങളിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഉണ്ടായില്ല. എത്രയൊക്കെ പാഞ്ഞു ചെന്ന് ഫസ്റ്റ് ബ്രദർ ടെമ്പിൾ മാസ്റ്ററിനെ അറ്റാക്ക് ചെയ്തിട്ടും വളരെ നിസ്സാരമായിട്ട് ടെമ്പിൾ മാസ്റ്റർ അതെല്ലാം ചെറുത്തു നിന്നു. അതുമാത്രമല്ല തിരിച്ച് നല്ല അറ്റാക്ക് ഫസ്റ്റ് ബ്രദറിന് കിട്ടുകയും ചെയ്തു. അത് കണ്ടു കഴിയുമ്പോൾ ഫസ്റ്റ് ബ്രദറിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇതെല്ലാം മുകളിൽ നിന്ന് കാണുകയായിരുന്ന ബുക്ക് മാനിയാക്കും തൻ്റെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോർമേഷൻ ഉപയോഗിച്ച് ടെമ്പിൾ മാസ്റ്ററിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ടെമ്പിൾ മാസ്റ്റർ വെറുതെ കൈ തിരിക്കുന്നത് മൂലം അതും വളരെ പെട്ടെന്ന് തന്നെ നശിഞ്ഞു പോകുന്നു. അതിൻ്റെ ആഘാതത്തിൽ ബുക്ക് മാനിയാക്കും തെറിച്ചുപോയി വീഴുന്നുണ്ട്. ടെമ്പിൾ മാസ്റ്റർ അപ്പോൾ പറയുകയാണ്, ഈ ചെറുപ്രായത്തിൽ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഈ ഫോർമേഷൻ പഠിച്ചുവെങ്കിൽ നിനക്ക് നല്ല ഭാവിയുണ്ട്. അതിനുശേഷം ഗേറ്റ് തുറന്ന് അവനുള്ളിൽ പ്രവേശിക്കുന്നു. ബുക്ക് മാനിയാക്ക് പോലും അപ്പോൾ ആത്മകഥം ചെയ്യുന്നുണ്ട്. ആർക്കും ടെമ്പിൾ മാസ്റ്ററിനെ അപ്പോൾ തടയാനാകില്ല. പിന്നെ വീണ്ടും ഗ്രീൻ ഫോർജ് കാണിക്കുന്നു. സെക്കൻഡ് ബ്രദർ പറയുകയാണ്, താങ് സ്റ്റേറ്റിൻ്റെ ബോർഡറിൽ വന്നുകൊണ്ടാണ് നീ ഇപ്പോൾ എനിക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ താങ് സ്റ്റേറ്റിന് വേണ്ടി എന്തൊക്കെ തന്നെ സംഭവിച്ചാലും നീ വിജയിക്കാൻ ഞാൻ അനുവദിക്കില്ല. യേഹോങ്ങിയുടെ സഹോദരൻ അപ്പോൾ പറയുകയാണ്, താങ് സ്റ്റേറ്റിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ പട്ടാളവും മറ്റുമുണ്ട്. ഈ ഒരു യുദ്ധത്തിൽ നിന്ന് നിന്നെ നീക്കം ചെയ്യണം. അതിനാണ് ഈ ഫൈറ്റ് ഞാൻ നടത്തുന്നത്. സെക്കൻഡ് ബ്രദർ അപ്പോൾ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, എന്നെ പരാജയപ്പെടുത്താമെന്നോ? ഇന്ന് ഞാൻ നിന്നെ പരാജയപ്പെടുത്തി നിന്നെ അനുസരിപ്പിക്കും. യേഹോങ്ങിയുടെ സഹോദരൻ പറയുകയാണ്, നിനക്കെന്നെ ചിലപ്പോൾ ഒരുപക്ഷെ പരാജയപ്പെടുത്താൻ സാധിക്കാം, പക്ഷേ അനുസരിപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് വാള് പുറത്തെടുക്കുന്നു. സെക്കൻഡ് ബ്രദറും വാളെടുക്കുന്നു. അതിനുശേഷം പരസ്പരം റെസ്പെക്റ്റോടെ വണങ്ങിയിട്ട് ആ ഫൈറ്റ് ആരംഭിക്കുകയാണ്. എല്ലാവരും ആ ഫൈറ്റിൻ്റെ റിസൾട്ടിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു, യേഹോങ്ങിയും മറ്റുള്ളവരുമൊക്കെ. ആദ്യമേ അറ്റാക്ക് ചെയ്യുന്നത് സെക്കൻഡ് ബ്രദറാണ്. സെക്കൻഡ് ബ്രദർ കുറേ വാളുകൾ യേഹോങ്ങിൻ്റെ സഹോദരൻ്റെ നേരെ വിടുന്നു. സെക്കൻഡ് ബ്രദറിൻ്റെ ആ മൂവ് ലൂബായ്ക്ക് ഒരുപാട് ഇഷ്ടമാകുമെങ്കിലും അതെല്ലാം നിഷ്പ്രയാസം യേഹോങ്ങിയുടെ സഹോദരൻ തടുത്തിരുന്നു. അതിനുശേഷം യേഹോങ്ങിയുടെ സഹോദരൻ പറയുകയാണ്, 10 വർഷം ഞാൻ ലോകം മുഴുവനും അലഞ്ഞു തിരിഞ്ഞു നടന്നു. വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ നിന്റെ ഈ അറ്റാക്കിൽ ഞാൻ നിഷ്പ്രയാസം തോൽക്കുമായിരുന്നു, പേടിച്ചോടുമായിരുന്നു. അതുകൂടാതെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഫസ്റ്റ് ബ്രദറുമായിട്ട് ഞാനൊരു ഫൈറ്റ് വെച്ചു. എന്നാൽ ഞാൻ വളരെ പവർഫുള്ളായിട്ടുള്ള ടെക്നിക്ക് എൻ്റെ പ്രയോഗിച്ചിട്ടും ഞാൻ അതിൽ നിഷ്പ്രയാസം പരാജയപ്പെട്ടു പോയി. അന്നാണ് എൻ്റെ പവർ എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അതിനുശേഷം ഞാൻ കഠിനമായി പ്രയത്നിച്ചു. ആ ഒരു പരാജയമായിരുന്നു വീണ്ടും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് എൻ്റെ സ്കില്ല് വർദ്ധിപ്പിക്കാൻ എന്നെ സഹായിച്ചത്. അതിനുശേഷം യേഹോങ്ങിയുടെ സഹോദരൻ വാളുകൊണ്ട് അവൻ്റെ മൂവ് നടത്തുന്നു. എന്നാൽ അത് തടുക്കുന്നതിന് വേണ്ടി സെക്കൻഡ് ബ്രദറിന് ഒരു സ്റ്റെപ്പ് ബാക്കോട്ട് എടുത്ത് വെക്കേണ്ടി വന്നു. അത് കണ്ടിട്ട് യേഹോങ്ങി സന്തോഷത്തോടെ പറയുകയാണ്, അവസാനം അവനൊരു സ്റ്റെപ്പ് ബാക്കോട്ട് വെച്ചു. ആ ഒരു അറ്റാക്കിന് ശേഷം സെക്കൻഡ് ബ്രദറും യേഹോങ്ങിയുടെ സഹോദരനും കൂടി എന്തൊക്കെയോ ഫിലോസഫികൾ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം മനസ്സിലാകാത്തതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. എന്തൊക്കെ വന്നാലും അവസാനം സെക്കൻഡ് ബ്രദർ അവസാനത്തെ മൂവ് യേഹോങ്ങിയുടെ സഹോദരനോട് തന്നെ നടത്തിക്കോളാൻ പറയുന്നു. ഇതേ സമയം തന്നെ നിങ്കി ഇരിക്കുന്ന സ്ഥലത്തെ കവാടം പെട്ടെന്ന് തുറക്കപ്പെടുന്നതായി കാണുന്നു. അവന് എന്തോ അപകടം മണക്കുന്നു.
അതിൻ്റെ പുറത്താകട്ടെ താങ് സ്റ്റേറ്റിലെ ആളുകൾ അവർക്ക് കയ്യിൽ കിട്ടിയ സാധനങ്ങളും എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ടെമ്പിൾ മാസ്റ്ററിനെ കണ്ടതുകൊണ്ട് തന്നെ ആയിരിക്കണം. കാരണം അടുത്ത് തന്നെ നിന്നുകൊണ്ട് ടെമ്പിൾ മാസ്റ്റർ അതെല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. ടെമ്പിൾ മാസ്റ്റർ ആകട്ടെ വെർമില്യൻ ബേർഡിനെ നോക്കിക്കൊണ്ട് ഈവിൾ ക്രീച്ചർ എന്ന് വിളിക്കുന്നു. ശേഷം അവൻ ആത്മകഥം ചെയ്യുകയാണ്. ഞാൻ വിചാരിച്ചതിലും പവർഫുള്ളാണ് ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷൻ്റെ സ്വാധീനം. എൻ്റെ സ്പീഡ് മൂവിനുള്ള ശക്തി ഇവിടെ പ്രയോഗിക്കാനാകില്ല. അതുപയോഗിച്ച് എനിക്ക് വേഗത്തിൽ ക്യാപിറ്റലിൽ പ്രവേശിക്കാനാകില്ല. ഇതേ സമയം തന്നെ ഉത്തരമൊന്നും കിട്ടാതെ ആകുലതയോടെ നിൽക്കുന്ന നിക്കയെ കാണിക്കുന്നു. ടെമ്പിൾ മാസ്റ്റർ ആകട്ടെ അവൻ്റെ ശക്തിയൊക്കെ ഉപയോഗിച്ച് കുറച്ച് വേഗത്തിൽ പോകുന്നുണ്ട്. നിക്കയാകട്ടെ അവൻ്റെ മാസ്റ്ററിനോട് എന്ന പോലെ പറയുകയാണ്, ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പെട്ടെന്ന് പറഞ്ഞു തരൂ. എങ്ങനെ എനിക്ക് അതിൻ്റെ വിള്ളലുകൾ പരിഹരിക്കാനാകും? ഫൂസിയോട് എന്ന പോലെ അതിനുശേഷം പറയുകയാണ്, ജീവിതത്തിലുടനീളം അങ്ങ് പ്രാക്ടീസ് ചെയ്തിരുന്ന ആ ചൈനീസ് ക്യാരക്ടർ ഏതാണ്? അങ്ങ് മുമ്പൊരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു ആ ക്യാരക്ടർ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഈ സ്റ്റേറ്റിനെ എനിക്ക് രക്ഷിക്കാനാകുമെന്ന്. യേഹോങ്ങിയുടെ സഹോദരനാകട്ടെ ഇതേ സമയം അവൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മൂവ് സെക്കൻഡ് ബ്രദറിന് നേരെ നടത്തുന്നു. മണ്ണിൽ നിന്ന് ഒരുപാട് സോഡുകൾ ഉയർന്നു വരുന്നു. ആ സോഡുകൾ പാഞ്ഞു ചെന്ന് സെക്കൻഡ് ബ്രദറിനെ അറ്റാക്ക് ചെയ്യുകയാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി സെക്കൻഡ് ബ്രദർ ചാടി കറങ്ങി മറ്റൊരു സ്ഥലത്ത് വന്ന് നിൽക്കുന്നു. എന്നാൽ അപ്പോഴേക്കും വാളുമായി യേഹോങ്ങിയുടെ സഹോദരൻ അടുത്തെത്തിയിരുന്നു. അത് സെക്കൻഡ് ബ്രദറിൻ്റെ ഹൃദയത്തെ ലക്ഷ്യമാക്കിയായിരുന്നു വന്നത്. സെക്കൻഡ് ബ്രദർ ആകട്ടെ അവൻ്റെ ശക്തി ഉപയോഗിച്ച് ഒരു ഷീൽഡ് ഉണ്ടാക്കി അതിനെ തടഞ്ഞിരുന്നു. എന്നിട്ടും യേഹോങ്ങിയുടെ സഹോദരൻ ശക്തി പ്രയോഗിക്കുന്നതിനനുസരിച്ച് ആ വാള് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം യേഹോങ്ങിയുടെ സഹോദരൻ തന്നെ വിജയിക്കുന്നു. സെക്കൻഡ് ബ്രദർ ഉണ്ടാക്കിയ ആ ഷീൽഡ് തകർത്ത് വാള് അവൻ്റെ യഥാർത്ഥ ഷീൽഡിൽ പോലും തറച്ചു കയറുന്നു. അത് യഥാർത്ഥ അവൻ്റെ ആ ഷീൽഡിൻ്റെ ഉള്ളിലേക്കും തറച്ചു കയറുന്നതായി കാണാം. എന്നാൽ പിന്നെയാണ് മനസ്സിലായത് ആ ഷീൽഡിൻ്റെ പവർ മൂലം ആ വാള് പൊടിഞ്ഞ് ഇല്ലാതായതാണ്. അതായത് ആ ഷീൽഡ് ഇല്ലാതിരുന്നെങ്കിൽ സെക്കൻഡ് ബ്രദർ തീർച്ചയായും മരിച്ചാനെ. യേഹോങ്ങിയുടെ സഹോദരൻ്റെ വാള് അത്രയ്ക്കും പവർഫുൾ അല്ലാതിരുന്നത് കൊണ്ടാണ് സെക്കൻഡ് ബ്രദർ മരിക്കാതിരുന്നത്. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് സെക്കൻഡ് ബ്രദർ യേഹോങ്ങിയുടെ സഹോദരൻ ഒരു ഇടി കൊടുക്കുന്നു. ശക്തമായിട്ടുള്ള ആ ഫൈറ്റ് കിട്ടി തെറിച്ചു പോയി വീഴുകയാണ് യേഹോങ്ങിയുടെ സഹോദരൻ. അത് യേഹോങ്ങിയുടെ സഹോദരന് ശരിക്കും നല്ല പരിക്കേൽപ്പിച്ചിരുന്നു. യേഹോങ്ങിനും അത് കണ്ട് വിഷമമാകുന്നു. പിന്നീട് അവശനായിട്ടാണ് യേഹോങ്ങിയുടെ സഹോദരൻ ഒരു വിധത്തിൽ എഴുന്നേൽക്കുന്നത്. അവൻ ചോര തുപ്പിയിരിക്കുന്നു. എങ്കിലും അവശനായ ഒരു വിധത്തിൽ എഴുന്നേറ്റ് അവൻ പറയുകയാണ്, നിനക്ക് ആ ആർമർ ഇല്ലായിരുന്നെങ്കിൽ നീ പരാജയപ്പെട്ടാനെ. സെക്കൻഡ് ബ്രദർ അപ്പോൾ പറയുകയാണ്, യുദ്ധത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊന്നും ഒരിക്കലും പറയാനാകില്ല. ഞാനും എൻ്റേതായിട്ടുള്ള എക്സ്ക്യൂസുകൾ പറയുകയാണെങ്കിൽ പോലും തീർച്ചയായും ഞാൻ തന്നെയായിരിക്കും ഈ ഫൈറ്റിൽ വിജയിക്കുക. ഈ യുദ്ധത്തിൽ താൻ തന്നെയായിരിക്കും വിജയിക്കുക എന്നാണ് സെക്കൻഡ് ബ്രദർ പറഞ്ഞു വരുന്നത്. പിന്നെ താങ് സ്റ്റേറ്റിൽ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ടെമ്പിൾ മാസ്റ്ററിനെ കാണിക്കുന്നു. ടെമ്പിൾ മാസ്റ്ററിനെ നേരിടുന്നതിന് വേണ്ടി തേർഡ് സിസ്റ്റർ തന്നെ വരുന്നു. സിക്കാഡയുടെ ശബ്ദം കേട്ട് കഴിയുമ്പോൾ ടെമ്പിൾ മാസ്റ്ററിന് അത് ആരാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ടെമ്പിൾ മാസ്റ്റർ തേർഡ് സിസ്റ്ററിൻ്റെ പേര് വിളിച്ചുകൊണ്ട് പറയുകയാണ്, 23 വർഷമായിട്ട് ഒളിച്ചിരിക്കുകയായിരുന്ന നീ അവസാനം താങ് സ്റ്റേറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ പ്രത്യക്ഷമായിരിക്കുന്നു. തേർഡ് സിസ്റ്റർ എന്നാൽ പറയുകയാണ്, താങ് സ്റ്റേറ്റിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷൻ ഉണ്ട്. അതിനെ ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ടെമ്പിൾ മാസ്റ്ററിനെ പോലും അവൾ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു. അവളുടെ ആ സ്കില്ല് കണ്ടു കഴിയുമ്പോൾ ടെമ്പിൾ മാസ്റ്റർ പറയുകയാണ്, നീ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ടല്ലോ, 5 സ്റ്റേജുകളും നീ കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ തേർഡ് സിസ്റ്ററിൻ്റെ ആ അറ്റാക്കിൽ ടെമ്പിൾ മാസ്റ്റർ ഒന്നും തന്നെ ചെയ്തില്ല. അവൻ്റെ ശക്തി അതിനെ തടഞ്ഞു. തേർഡ് സിസ്റ്ററിൻ്റെ ആ അറ്റാക്കുകളെ തടുക്കുന്നതിന് വേണ്ടി കൈ പോലും ടെമ്പിൾ മാസ്റ്റർ അനക്കിയില്ല. അത്രമാത്രം പവർഫുള്ളാണ് ടെമ്പിൾ മാസ്റ്റർ എന്ന് നമുക്ക് ഇതോടെ മനസ്സിലാക്കാം. ടെമ്പിൾ മാസ്റ്റർ അതിനുശേഷം പറയുകയാണ്, നീ ഒരുപാട് പവർഫുള്ളാണ്, നിൻ്റെ സ്കില്ലുകൾ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്, പക്ഷേ എൻ്റെ സ്കില്ലുകളുടെ മുമ്പിൽ നീ ഒന്നും തന്നെയല്ല. അപ്പോൾ ദേഷ്യത്തോടെ പാഞ്ഞു ചെന്ന് തേർഡ് സിസ്റ്റർ ടെമ്പിൾ മാസ്റ്ററിനെ ആക്രമിക്കുന്നു. എന്നാൽ അതിലും ഫലമുണ്ടായില്ല. അതിനെയെല്ലാം തടുത്തുകൊണ്ട് തിരിച്ചൊരു അറ്റാക്ക് കൊടുത്തുകൊണ്ട് തേർഡ് സിസ്റ്ററിൻ്റെ നേരെ ഒരു വാളും വിട്ടു. തെറിച്ചു പോയെങ്കിലും തേർഡ് സിസ്റ്റർ വീണ്ടും പാഞ്ഞു വന്നു. എന്നാൽ ആ വാള് വീഴുന്നത് കണ്ടപ്പോൾ വീണ്ടും ഒഴിഞ്ഞു മാറി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. എന്നാൽ സർവ്വശക്തിയും എടുത്ത് എത്രയൊക്കെ തേർഡ് സിസ്റ്റർ അറ്റാക്ക് ചെയ്തിട്ടും അതിനെയെല്ലാം നിഷ്പ്രയാസം ടെമ്പിൾ മാസ്റ്റർ തടുത്തു. അതുമാത്രമല്ല, ടെമ്പിൾ മാസ്റ്ററിൽ നിന്ന് അവൾക്ക് തിരിച്ച് നല്ല അറ്റാക്ക് കിട്ടുകയും ചെയ്തു. അവസാനം തേർഡ് സിസ്റ്റർ ഒരുപാട് അവശതയിലായി കഴിയുമ്പോൾ ടെമ്പിൾ മാസ്റ്റർ അവൻ്റെ പർപ്പിൾ ഐ എന്ന ട്രിക്ക് ഉപയോഗിച്ച് തേർഡ് സിസ്റ്ററിൻ്റെ ശക്തി മുഴുവനും ആർജിച്ചെടുക്കാൻ പോവുകയാണ്. ഷീലിങ്ങും ടെമ്പിൾ മാസ്റ്ററും ഒക്കെ ഡീമോണിക് കൾട്ടിലുള്ളവരെ വെറുക്കുന്നവരാണ്. ഗ്രേ ഐ എന്നോ പർപ്പിൾ ഐ എന്നോ എന്താണ്ടുമാണ് അവനിപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ട്രിക്കിൻ്റെ പേര്.
നല്ലവണ്ണം ദേഷ്യപ്പെട്ട് തേർഡ് സിസ്റ്റർ അതിനെയെല്ലാം പ്രതിരോധിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഒരു കാര്യവും ഉണ്ടായില്ല. തേർഡ് സിസ്റ്ററിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. ജീവിതത്തിൽ ഒരിക്കലും നീ ഇത് മറക്കില്ല എന്ന് ടെമ്പിൾ മാസ്റ്റർ പറയുന്നു. എന്നാൽ അപ്പോഴേക്കും ഫസ്റ്റ് ബ്രദർ പാഞ്ഞു വന്ന് ടെമ്പിൾ മാസ്റ്ററിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ തൻ്റെ ശക്തി ഉപയോഗിച്ച് തേർഡ് സിസ്റ്ററിനെ വലിച്ചെറിഞ്ഞ് ഫസ്റ്റ് ബ്രദറിനെയും ടെമ്പിൾ മാസ്റ്റർ നേരിടുന്നു. പിന്നീട് അവർ തമ്മിലുള്ള ഫൈറ്റാണ്. ആദ്യമേ തന്നെ ഫസ്റ്റ് ബ്രദറിനെ ഇടിച്ച് തെറിപ്പിച്ച് ടെമ്പിൾ മാസ്റ്റർ വീണ്ടും തേർഡ് സിസ്റ്ററിൻ്റെ നേരെ വന്നതാണ്. എന്നാൽ വീണ്ടും ഒരു വിധത്തിൽ എഴുന്നേറ്റ് ഫസ്റ്റ് ബ്രദർ വീണ്ടും ടെമ്പിൾ മാസ്റ്ററിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വന്നു. ഇടയ്ക്ക് വല്ലപ്പോഴും ഫസ്റ്റ് ബ്രദറിന് ഒഴിഞ്ഞു മാറാൻ സാധിച്ചെങ്കിലും നല്ല അറ്റാക്ക് തന്നെ ഫസ്റ്റ് ബ്രദറിന് കിട്ടി. രണ്ടുപേർക്കും നല്ല വേഗത ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ശരവേഗത്തിലുള്ള ഫൈറ്റാണ് അവിടെ നടന്നത്. ഫസ്റ്റ് ബ്രദറിന് നന്നായിട്ട് അറ്റാക്ക് കിട്ടുന്നതായി കാണുമ്പോൾ തേർഡ് സിസ്റ്റർ വീണ്ടും ഫൈറ്റ് ചെയ്യാൻ വരുന്നു. അവൾ തൻ്റെ സർവ്വശക്തിയും എടുത്ത് ടയേർഡായിട്ട് ഫൈറ്റ് ചെയ്യുകയാണെന്ന് കണ്ടാലേ അറിയാം. എന്നിട്ടും ടെമ്പിൾ മാസ്റ്ററിനെ തൊടാൻ പോലും സാധിച്ചിട്ടില്ല. ഗ്രീൻ ഫോർജിൽ ഇതേ സമയം യേഹോങ്യുവിൻ്റെ സഹോദരനോട് സെക്കൻഡ് ബ്രദർ ടേക്ക് കെയർ എന്ന് പറയുന്നു. വിഷമത്തോടെ യേഹോങ്യുവിൻ്റെ സഹോദരൻ അപ്പോൾ പറയുകയാണ്, നീ ഇത് പറഞ്ഞതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കാൻ പോലും എനിക്കിപ്പോൾ തോന്നുന്നില്ല. ഞാൻ ഇനി ജീവിക്കുന്നത് കൊണ്ട് ഒരർത്ഥവുമില്ല. ശേഷം നന്നായിട്ട് ചുമച്ചുകൊണ്ട് സെക്കൻഡ് ബ്രദറിനോട് ടേക്ക് കെയർ എന്ന് പറഞ്ഞുകൊണ്ട് യേഹോങ്യുവിൻ്റെ സഹോദരൻ അവിടെ നിന്ന് പോകുന്നു. വിഷമത്തോടെ പോകുന്ന യേഹോങ്യുവിൻ്റെ സഹോദരനെ കാണുമ്പോൾ സെക്കൻഡ് ബ്രദറിന് അല്പം വിഷമമാകുമെങ്കിലും തിരിച്ച് തൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് വന്ന് സെക്കൻഡ് ബ്രദർ പറയുകയാണ്, ഞാൻ വിജയിച്ചു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോഴാണ് ആർമർ പൊട്ടുന്നതിൻ്റെ ശബ്ദം അവർ കേൾക്കുന്നത്. ഒരു സഹോദരൻ വന്ന് ആർമർ മാറ്റി ചെക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് സെക്കൻഡ് ബ്രദറിനെ വാളുകൊണ്ട് കുത്തേറ്റിട്ടുണ്ട്. കാരണം അവൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് ചോര വരുന്നു. അത് കണ്ട് സഹോദരന്മാർ നല്ലവണ്ണം ആകുലപ്പെടുമെങ്കിലും അവരെ നോക്കി ഒന്നുമില്ല എന്ന രീതിയിൽ സെക്കൻഡ് ബ്രദർ കണ്ണടയ്ക്കുന്നു. ആയുധമുണ്ടാക്കുന്ന സഹോദരനാകട്ടെ ഉടനെ തന്നെ ആ ആർമറും വാളും ഒക്കെ റിപ്പയർ ചെയ്യുന്നു. സെക്കൻഡ് ബ്രദറിൻ്റെ ആ അവസ്ഥ കണ്ട ആകുലതയോടെ പലരും കരയാൻ പോകുന്നുണ്ട്. ടെമ്പിൾ മാസ്റ്റർ ആകട്ടെ ഇതേ സമയം അവരോട് പറയുകയാണ്, നിങ്ങളുടെ ഈ സ്കില്ല് ഉപയോഗിച്ച് ജീവൻ ത്യജിച്ചാൽ പോലും നിങ്ങൾക്ക് വിജയിക്കാൻ സാധ്യത 20%. തേർഡ് സിസ്റ്റർ പറയുകയാണ്, അത് 20% പോലും എൻ്റെ ജീവൻ ത്യജിച്ചും നിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. എന്നാൽ നീ ജീവൻ വെടിയും മുമ്പ് ഞാൻ ജീവൻ വെടിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് അറ്റാക്ക് നടത്തുന്നത് ഫസ്റ്റ് ബ്രദറാണ്. ഇപ്രാവശ്യം ഫൂസിയുടെ സ്റ്റിക്ക് ഉപയോഗിച്ച് ഫസ്റ്റ് ബ്രദർ നല്ലവണ്ണം ഫൈറ്റ് ചെയ്യുന്നു. ഒരു പ്രാവശ്യം ടെമ്പിൾ മാസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് വാളുകൊണ്ട് വെട്ടേൽക്കാൻ പോകുമ്പോൾ തേർഡ് സിസ്റ്ററാണ് ഫസ്റ്റ് ബ്രദറിനെ അവളുടെ ശക്തി ഉപയോഗിച്ച് വലിച്ചു മാറ്റുന്നത്. അതിനുശേഷം വീണ്ടും അവളുടെ ശക്തി ഉപയോഗിച്ച് തിരികെ വിടുന്നു. ഇപ്രാവശ്യം ഏൽക്കുന്ന അറ്റാക്കിൽ ടെമ്പിൾ മാസ്റ്റർ തെറിച്ചു പോകുന്നുണ്ട്. ഫൂസിയുടെ ആ സ്റ്റിക്ക് ആയതുകൊണ്ടാണോ എന്നറിയില്ല. ആദ്യമായിട്ടാണ് ഒരു അറ്റാക്ക് കിട്ടി ടെമ്പിൾ മാസ്റ്റർ പുറകോട്ടൊന്നും പോകുന്നത്. എന്നാൽ അതിനുശേഷം അവർ രണ്ടുപേരെയും നിഷ്പ്രയാസം ടെമ്പിൾ മാസ്റ്റർ ഇടിച്ച് തെറിപ്പിച്ച് വീഴ്ത്തി. നല്ലവണ്ണം അറ്റാക്ക് ഏറ്റ് അവർ ചോര തുപ്പി പോകുന്നു. തേർഡ് സിസ്റ്റർ അപ്പോൾ പറയുകയാണ്, നിന്നെ കീഴടക്കാൻ ആർക്കും സാധിക്കില്ല എന്നാണോ പറയുന്നത്? ടെമ്പിൾ മാസ്റ്റർ പറയുകയാണ്, ഇവിടെ ഫൂസിയില്ല, കേഹാരോണില്ല, അതുകൊണ്ട് തന്നെ എന്നെ തോൽപ്പിക്കാൻ ഈ ഭൂമിയിൽ ഇപ്പോൾ വേറെ ആരുമില്ല. നിങ്ങളിൽ ആർക്കാണ് ആദ്യമേ മരിക്കേണ്ടത്? അവർ രണ്ടുപേരും അപ്പോൾ ഒരു വിധത്തിൽ എഴുന്നേൽക്കുന്നു. ടെമ്പിൾ മാസ്റ്റർ ആകട്ടെ അവൻ്റെ ശക്തി അവരുടെ മേൽ പ്രയോഗിക്കുന്നതായി കാണിക്കുന്നു. ഇതോടെ ഈ എപ്പിസോഡും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.